ഇന്ത്യ വേഴ്സസ് അയർലൻഡ് പുതിയ സ്ക്വാഡ് BCCI ലിസ്റ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് വന്ന മെയിൻ ചേഞ്ചസ് ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ റൂൾഡ് ഔട്ടായി ഇഞ്ചുറി കാരണം. പിന്നെ ക്യാപ്റ്റൻസി ചേഞ്ച് സൂര്യകുമാർ യാദവ് മാറ്റി ശ്രേയസ് അയ്യറായി. ശരിക്കും സൂര്യകുമാർ യാദവിന് വലിയൊരു അടി കിട്ടിയ പോലെയാവും. കാരണം T20 വേൾഡ് കപ്പ് വിന്നിങ് ക്യാപ്റ്റനാണ്. അത് കഴിഞ്ഞ് പെട്ടെന്നൊരു പുള്ളിയെ മാറ്റി. എനിക്ക് തോന്നുന്നത് ഒത്തിരി നാളായിട്ട് പുള്ളി ക്യാപ്റ്റൻ എന്ന രീതിയിൽ മികച്ച് നിൽക്കുകയാണെങ്കിലും ഒരു പ്യുവർ ബാറ്റ്സ്മാൻ എന്ന രീതിയിൽ വൻ പരാജയമായിരുന്നു. കാരണം ഇങ്ങനെ അത് തുടർന്ന് പോയി കഴിഞ്ഞാൽ ടീമിന് വലിയൊരു ബാധ്യതയാവും. കാരണം കളികൾ ജയിക്കുന്നുണ്ട്, എന്നിരുന്നാലും പുള്ളിയുടെ കയ്യിൽ നിന്നൊരു കാര്യമായിട്ട് കോൺട്രിബ്യൂഷൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ശ്രേയസ് അയ്യർ വേൾഡ് കപ്പ് വിന്നിങ് സ്ക്വാഡിൽ ഉണ്ടായിരുന്നെങ്കിലും പുള്ളിയെ ഒരു കളി പോലും പുള്ളിക്ക് കളിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം എല്ലാവരും നോക്കുന്നത് എങ്ങനെ നല്ലപോലെ ബാറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പം നമ്മുടെ പുറകിൽ ഒരാൾ എപ്പോഴും നിൽക്കുമ്പോൾ അവർക്കും അതൊരു ബാധ്യതയാവും. അപ്പം ശ്രേയസ് അയ്യർ നല്ല രീതിയിൽ ക്യാപ്റ്റൻ ചെയ്യുന്നുണ്ട്. IPL, പഞ്ചാബ് കിങ്സിനെ, അങ്ങനെ പല പല ടീമിനെ ക്യാപ്റ്റൻ ചെയ്തിട്ടുണ്ട്. പല ടീമിനെ സെമി ഫൈനൽസ് വരെ എത്തിച്ചിട്ടുമുണ്ട്. അപ്പം ക്യാപ്റ്റൻ എന്ന രീതിയിൽ പുള്ളിക്ക് നല്ല അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ടായിരിക്കാം പുള്ളിക്ക് ഒരു ചാൻസ് കൊടുത്തത്. പിന്നെ പുള്ളി ഒരു നല്ല ബാറ്റ്സ്മാനുമാണ്, ടീമിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. സൂര്യകുമാർ യാദവിനെ ഏകദേശം സിമിലർ ബാറ്റ്സ്മാനാണ്. അത്രയും 360 ഡിഗ്രി ഷോട്ട്സ് ഒന്നും ഇല്ലെങ്കിലും പുള്ളി ഒരു ഫസ്റ്റ് ബോൾ തൊട്ട് അടിക്കാതെ പുള്ളി ഒരു ആങ്കർ റോൾ എന്ന രീതിയിൽ നല്ലപോലെ ചെയ്യാൻ പറ്റും. പിന്നെ ടീമിന് ആവശ്യപ്രദമാണെങ്കിൽ അടിച്ച് കളിക്കാനും പറ്റും. അപ്പം പുള്ളി എന്തുകൊണ്ടും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ്. പിന്നെ അനുഭവ സമ്പത്തും ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ടീം ഇത്ര നല്ല റെക്കോർഡുണ്ടായിട്ടുള്ള സൂര്യകുമാർ യാദവിനെ മാറ്റി ശ്രേയസ് അയ്യറിനെ പരീക്ഷിച്ചത്. നേരത്തെ തന്നെ ന്യൂസിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായാലും ഞാൻ വിചാരിച്ചു ചിലപ്പം പല ന്യൂസുകളും ഫേക്ക് വരുമല്ലോ, അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ഹാർദിക് പാണ്ഡ്യ, അതൊരു വലിയ അടിയാണ് നമുക്ക്. കാരണം ബോൾ കൊണ്ടാണേലും ബാറ്റ് കൊണ്ടാണേലും ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഓൾറൗണ്ടറാണ് ഹാർദിക് പാണ്ഡ്യ. പുള്ളിക്ക് ഇഞ്ചുറി പറ്റിയത് ഭയങ്കര ഒരു തലവേദനയാണ്. പിന്നെ വന്നത് വൈഭവ് സൂര്യവംശി. പുതിയ ഒരു വണ്ടർ കിഡായി വൈഭവ് സൂര്യവംശി തിളങ്ങി നിൽക്കുകയാണ്. IPL ഏറ്റവും കൂടുതൽ ഈ 2026 ടോപ്പ് സ്കോററാണ്. അത് നല്ല സ്ട്രൈക്ക് റേറ്റിൽ. അതുകൊണ്ടായിരിക്കും പുള്ളീനെ സെലക്ട് ചെയ്തത്. ഫസ്റ്റ് ബോൾ തൊട്ട് അടിച്ച് കളിക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റും. 6 ഹിറ്റിംഗ് എബിലിറ്റി ഭയങ്കര കൂടുതലാണ് പുള്ളിക്ക്. ഒരു ഫ്യൂച്ചർ ബാറ്റ്സ്മാൻ, ഒരു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാനായിട്ട് ഇന്ത്യയെ കരുതുന്ന ഒരാളാണ് സൂര്യവംശി. അപ്പം പുള്ളിയെ സെലക്ട് ചെയ്തത് നല്ലൊരു തീരുമാനമാണ്. പിന്നെ പതിവുപോലെ അഭിഷേക് ശർമ്മ, ശിവൻ ദുബെ അവരെല്ലാം ടീമിലുണ്ട്. വാഷിങ്ടൺ സുന്ദറുണ്ട്. ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരമായിരിക്കാം നിതേഷ് കുമാർ റെഡ്ഡി അവർ കരുതുന്നത്. ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്തതുകൊണ്ട് നിതേഷ് കുമാർ റെഡ്ഡി ഒത്തിരി നാൾക്ക് ശേഷം തിരിച്ചു വന്നു. എന്നാലും അത് മാത്രമല്ല, പുള്ളിക്ക് നേരത്തെ ഇഞ്ചുറീസും ഉണ്ടായിരുന്നു. പിന്നെ അക്സർ പട്ടേലുണ്ട്. പിന്നെ ഇഷാൻ കിഷനുണ്ട്. ഇഷാൻ കിഷൻ T20 അവനും നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. തുടക്കം മാച്ചസൊക്കെ തന്നെ ഇഷാൻ കിഷൻ കോൺട്രിബ്യൂഷൻ കാരണമാണ് ജയിച്ചത്. പിന്നെ പതിവുപോലെ സഞ്ജു സാംസൺ ഉണ്ട്. വൈസ് ക്യാപ്റ്റനായിട്ട് തിലക് വർമ്മയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ശരിക്കും സഞ്ജു സാംസൺ ഒരു വൈസ് ക്യാപ്റ്റൻസി എന്ന രീതിയിൽ കൊടുക്കായിരുന്നു. പുള്ളിക്ക് നല്ല അനുഭവ സമ്പത്തുണ്ട്. രാജസ്ഥാൻ റോയൽസിൽ ടീം ഒത്തിരി നാൾ ലീഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അവന് വേൾഡ് കപ്പ് സ്ക്വാഡിൽ നല്ലപോലെ ലാസ്റ്റ് 3 മാച്ചസ് ജയിക്കാൻ കാരണം അവനാണ്. അതായത്
മെയിൻ നോക്കൗട്ട് മാച്ചായ ഇന്ത്യ വേഴ്സസ് വെസ്റ്റ് ഇൻഡീസ് അവനുള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ജയിച്ചത്. നിർണായക ലാസ്റ്റ് 3 മാച്ചസ് അവൻ നിന്നുകൊണ്ടാണ് ജയിച്ചത്. അപ്പം എന്ന രീതിയിൽ അവനൊരു വൈസ് ക്യാപ്റ്റനായിട്ട് സെലക്ട് ചെയ്യായിരുന്നു. പിന്നെ അവർ വേറെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ അവനൊരു വൈസ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഡിസർവ് ചെയ്യുന്നുണ്ടായിരുന്നു തിലക് വർമ്മയെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ അടുത്തതായിട്ടുള്ള സ്പിന്നർ രവി ബിഷ്ണോയ് വന്നിട്ടുണ്ട് ഒത്തിരി നാൾക്ക് ശേഷം. പിന്നെ അർഷദീപ് സിംഗ്, പ്രതീഷ് കൃഷ്ണ, ഹർഷിത് റാണ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പം ഹർഷിത് റാണയും ഒത്തിരി നാൾക്ക് ശേഷമാണ് തിരിച്ചു വരുന്നത്. പുള്ളിയും ഇടയ്ക്ക് ഇഞ്ചുറി ആയിട്ടൊന്ന് പോയായിരുന്നു. അപ്പം ഹാർദിക് പാണ്ഡ്യ ഇല്ലാത്ത രീതിയിൽ ഓൾറൗണ്ടർ എന്ന രീതിയിൽ ഇവരാരെങ്കിലും ആയിരിക്കും ഇന്ത്യ പ്ലേയിങ് ലെവലിൽ ഇറക്കുന്നത്. പിന്നെ പ്രിൻസ് യാദവ് IPL നല്ലപോലെ പെർഫോം ചെയ്തുകൊണ്ടായിരിക്കാം പുള്ളീനെ ഒന്ന് പരീക്ഷിക്കാൻ നോക്കുന്നത്. പിന്നെ ഈ സ്ക്വാഡിൽ നിന്ന് മിസ്സായുള്ള SSC ജയ്സ്വാൾ, പുള്ളി കളിച്ച കളികളെല്ലാം തന്നെ നല്ലപോലെ കളിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ഇത്രയും കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്യുന്ന ഒത്തിരി ബാറ്റ്സ്മാനുണ്ട്. ഭയങ്കര കോമ്പറ്റീഷനാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പം SSC ജയ്സ്വാളിനെ ഇൻക്ലൂഡ് ചെയ്യാത്തത്. അല്ലെങ്കിൽ പുള്ളീനെ